നീ എല്ലാം വെച്ച് മതിയാക്കിയെന്ന് ഇന്നലെ തന്നെ നമുക്ക് ന്യൂസ് കിട്ടിയടാ. അപ്പൊ തന്നെ എന്റെ മുതലും പലിശ മാറ്റി വെച്ചതാ. ഷാനോസേ, ഇവന്റെ അക്കൗണ്ട് അങ്ങോട്ട് ക്ലോസ് ചെയ്തേക്ക്. ഉസ്മാനെ വേണ്ട. ഉസ്മാനെ, അനിതേ നീ മാറി നിൽക്ക്. ഷാനോസേ, അവനെ വിടരുത്. കൊള്ളാമേ. ഷാനോസേ, ഓടാ. നിക്കടാ. കുറെ നാളായിട്ട് കരുതി വെച്ചിരുന്നാടാ. ഷാനോസേ, കളഞ്ഞിട്ട് വാടാ. ആ മത്തായച്ചനായിരിക്കും. അങ്ങേര് പെൻഷൻ വാങ്ങിയിട്ട് വന്നാലും ഇവിടെ ഒരാളുടെ കുളിയും നനയും തീരുകയല്ല. ഹലോ, ആരാ? അതെല്ലോ. ഇല്ല, ഞാൻ അമ്മച്ചിയാ. ഉണ്ട്, ആളിവിടെ ഉണ്ട്, കുളിക്കുക. ആരാ സംസാരിക്കുന്നേ? എന്നതാ നിങ്ങൾ പറഞ്ഞത്? ജോസൂട്ടിക്കോ? എന്റെ മാതാവേ, എന്നതാ ഞാൻ ഈ കേൾക്കുന്നേ? അയ്യോ, അച്ചായ, ഇതെങ്ങോട്ടാ രണ്ടുപേരും? ഞങ്ങള് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ഹാ, അത് നിങ്ങളെ കണ്ടപ്പോഴേ മനസ്സിലായി. എങ്ങോട്ടാണെന്നാ ഞാൻ ചോദിച്ചത്. ഹാ, നമ്മളോട് പറയില്ലായിരിക്കും. ഇനി അതറിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പാരപണിയൊന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ പറയാത്തത്? അങ്ങനെ ഒരു പേടിയൊന്നും ഞങ്ങൾക്കില്ല ആലിസേ. മേടെ ഇന്ന് പ്രാഞ്ചി അച്ഛൻ വിളിച്ചിരുന്നു. ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങോട്ടൊന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. അതെന്നാത്തിനാ ഇപ്പൊ ഉടനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്? അതൊക്കെ അവിടെ ചെന്നല്ലേ അറിയാൻ പറ്റൂ. ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. വിവരമൊക്കെ വന്നിട്ട് പറയാം. എന്നതാ രാഹേലിന്റെ മുഖത്തൊരു വാട്ടം? എന്നതെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എന്ത് പ്രശ്നം? ഒന്നുമില്ല ആലീസേ. അത് നിങ്ങൾ എന്നെ ഒളിക്കുവാണല്ലോ. പിള്ളേര് തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായെന്നും അതായിരിക്കും നിങ്ങളെ അച്ഛൻ മേടയിലോട്ട് വിളിച്ചത്.
ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അരമനയിൽ പിടിപാടുള്ള ഒരു അച്ഛൻ നിങ്ങളുടെ കഷത്തുണ്ടെന്ന് കരുതി ഇത് അത്ര പെട്ടെന്നൊന്നും തല്ലി പിരിച്ച് കളയാന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ദേ അവള് ഗർഭം അലസിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് ഞങ്ങൾ അറിഞ്ഞു റാഹേലേ. സഭയിൽ വിശ്വസിക്കുന്ന ഒരു സത്യക്രിസ്ത്യാനിക്ക് ചേരുന്ന പണിയാണോ ഇത്? അതും മിന്നുകെട്ടിയവന്റെ സമ്മതം ഇല്ലാതെ. ഇതൊക്കെ എവിടുത്തെ ന്യായവും മര്യാദയാണെന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. വണ്ടിത്താനത്ത് നിന്ന് എന്റെ കുരിയച്ചൻ ഇങ്ങോട്ട് വന്നോട്ടെ. നിങ്ങളുടെ മോക്ക് സ്വത്ത് കൊടുക്കാൻ കഴിവില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. അല്ലാതെ അതിന്റെ പേരിൽ ഈ കിട്ടിയ കുഞ്ഞിനെ വേണ്ടാന്ന് വയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഈ നേരത്തെങ്കിലും നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ ആലീസേ? ദേ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് മനുഷ്യരെ വെറുപ്പിക്കാതെ അകത്തുപോയ വേദപുസ്തകം എടുത്ത് വായിക്കും. അതിന്റെ പുണ്യമെങ്കിലും അതുങ്ങൾക്ക് കിട്ടിക്കോട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അല്ലേ, ഇതിലേതോ കള്ളത്തരമുണ്ട്. പോയിട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. വാ ഇങ്ങോട്ട്. സിസ്റ്ററെ, ജോസൂട്ടി നിങ്ങൾ അയാളുടെ ആരാ? എന്റെ മരുമോനാ. അവൻ എന്നതാ പറ്റിയത്? ആരോ വാളിന് വെട്ടിയതാ. ഒന്നും പറയാറായിട്ടില്ല. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യൂ, ഡോക്ടർ ഇപ്പൊ വരും. എന്റെ കർത്താവേ, നമ്മുടെ മോൾ എന്തിയെ? അവക്ക് എന്നതാ പറ്റിയത്? ഡോക്ടർ ഒന്ന് വരട്ടെ, നമുക്ക് ചോദിക്കാം. ഡോക്ടർ, ഡോക്ടർ, യെസ്. ജോസൂട്ടിയുടെ ഫാദറിനെയാണ് ഞാൻ. ഓ, നിങ്ങൾ എത്തിയോ? ഇവിടെ എത്തുമ്പോൾ ആള് വളരെ ക്രിട്ടിക്കലായ ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാ ഉടൻ സർജറി നടത്തിയത്. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? കണ്ടീഷൻ ഈസ് വെരി ബാഡ്. സിവിയർ ഹെഡ് ഇഞ്ചുറിയാ. 24 hours കഴിഞ്ഞ് ആളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റും. ഡോക്ടർ, എന്റെ മോള് അവന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അവക്ക് എന്തെങ്കിലും പറ്റിയോ? ആ കുട്ടിയെ ബി വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം നേരിൽ കണ്ടതിന്റെ ഷോക്കിലാണ്. ആ കുട്ടിയൊന്ന് ഫെയിന്റ് ആയിട്ടുണ്ട് എന്ന് കരുതി വേറെ പേടിക്കാനൊന്നുമില്ല. ശരി ഡോക്ടർ, ഞങ്ങൾ അവളെ ഒന്ന് കാണട്ടെ. ശരി. സിസ്റ്ററെ, ബി വാർഡ് എവിടെയാണ്? വലത്തോട്ട്. ഇത് തന്നെ, വാ. മോളെ, അനിമോളെ. അനിമോളെ, എന്റെ മാതാവേ, എന്റെ കുഞ്ഞിന് നീ ഈ ഗതി വരുത്തിയല്ലോ. അതിനും വേണ്ടി എന്നാ മഹാപാവോ ഞങ്ങൾ നിന്നോട് ചെയ്തത്. റാഹേലേ, നീ ഇങ്ങനെ കരഞ്ഞൊച്ച വെച്ച് അവളെ ശല്യപ്പെടുത്തരുത്. അവളൊന്ന് മയങ്ങട്ടെ. എന്നതാ ദൈവം നമുക്ക് മാത്രം ഇങ്ങനെ ശിക്ഷ തരുന്നത്? ആദ്യം എന്റെ മോനോട്, ഇപ്പൊ ദേ ഇവളോട് മുഖം തിരിച്ചു കളഞ്ഞല്ലോ കർത്താവ്. അനിമോളെ, ഞാനിതെവിടെയാ അമ്മച്ചി? മോളെ, മോളെ നീ. ഇല്ല മോളെ, മോക്കൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. മോൾ കുറച്ചേരം കൂടെ കിടന്നോളൂ, ഉറങ്ങിക്കോളൂ. കണ്ണടച്ച് കിടന്നോളൂ.
അമ്മച്ചി, എന്റെ ജോസൂട്ടി എവിടെ? അപ്പച്ച, എനിക്ക് എന്റെ ജോസൂട്ടിയെ കാണണം ഇപ്പൊ. എവിടെ? എനിക്ക് കാണണം. പേടിക്കണ്ട. അവനൊന്നുമില്ല മോളെ, അവനൊന്നും പറ്റിയിട്ടില്ല. എന്റെ മക്കൾ വിഷമിക്കല്ലേ. എനിക്ക് കാണണം. എനിക്ക് എന്റെ ജോസൂട്ടിയെ കാണണം. അപ്പച്ച, എന്നെ എന്റെ ജോസൂട്ടിയുടെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോവോ? എനിക്കിപ്പൊ എന്റെ ജോസൂട്ടിയെ കാണണം. അനിമോളെ, അവനെ ഇപ്പൊ കാണാൻ പറ്റൂല. ജോസൂട്ടി ഇപ്പൊ ICU-ല. അവനൊരു കുഴപ്പമില്ല. പറ്റില്ല, ഇപ്പൊ കാണണം. എന്റെ ജോസൂട്ടിക്ക് എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല. എനിക്ക് കാണണം. എന്റെ ജോസൂട്ടി എനിക്ക് കാണണം. അവനൊന്നുമില്ലടി മോളെ. കുറച്ചു കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി പോയി അവനെ കാണാം. എന്റെ മക്കള് കിടക്ക്. കിടന്നോ? എന്താ എന്താ ഇവിടെ ബഹളം? ഡോക്ടറെ, ഇവക്ക് ജോസൂട്ടി ഒന്ന് കാണണം. ഒന്ന് കാണിച്ചോട്ടെ ഡോക്ടർ. നോ, ഇപ്പൊ പറ്റില്ല. വിസിറ്റിംഗ് സമയത്ത് ആരെ അങ്ങോട്ട് കടത്തിവിടാറില്ല. മോളെ ഒന്ന് കിടത്തു. ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് പിന്നെ പോയി കാണാം. കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ട്. കുട്ടിയുടെ പേരൻസ് ആണല്ലേ? അതെ. നിങ്ങൾ ആരെങ്കിലും ചെന്ന് ഹെലൻ ഡോക്ടറെ ഒന്ന് കാണണം. 3rd ബ്ലോക്കിലാണ്. നീ പോയി കണ്ടിട്ടോ, ഞാൻ മോളെടുത്തിരിക്കാം. മോളുടേത് ഒരു ലവ് മാരേജ് ആയിരുന്നോ? അല്ല, ഞങ്ങളായിട്ട് ആലോചിച്ച് നടത്തിയതാ. ഓ, അത് ശരി. എന്നിട്ടെന്താ ഇങ്ങനെ ഒരാളെ? അറിഞ്ഞിടത്തോളം നിങ്ങൾ ഭേദപ്പെട്ട ഒരു ചുറ്റുപാടിൽ നിന്നുള്ളവരാണല്ലോ. എന്ത് പറയാനാ ഡോക്ടറെ, ഞങ്ങൾക്ക് ചതി പറ്റിയതാ. വേണ്ടപ്പെട്ടവര് തന്നെ ഞങ്ങളെ കെണിയിൽ കുരുക്കിയതാ. എല്ലാം കഴിഞ്ഞപ്പോഴാ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 2 ആഴ്ച മുമ്പ് മോളെയും കൊണ്ട് ഹസ്ബൻഡ് ഇവിടെ വന്നിരുന്നു. അന്നും അനിതയെ നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് അയാളോട് ചോദിക്കുകയും ചെയ്തു. സംസാരിച്ചു തുടങ്ങിയപ്പോഴേ ആളത്ര സ്ട്രെയിറ്റ് അല്ലെന്ന് ഞാൻ ഉറപ്പിച്ചതാ. നിങ്ങൾ അനിതയെ കണ്ടിരുന്നോ? കണ്ടു. അവൾ ആകെ പേടിച്ചിരിക്കാ ഡോക്ടർ. ജോസൂട്ടിയെ കാണണമെന്ന് പറഞ്ഞ് വിളിയും കരച്ചിലുമായിരുന്നു. ആ ഇൻസിഡന്റ് നേരിട്ട് കണ്ടതുകൊണ്ടാവും അനിത ആകെ ഷോക്ക്ഡാണ്. നിർഭാഗ്യവശാൽ അത് ബാധിച്ചത് അവളുടെ പ്രഗ്നൻസിയാണ്. അതെന്താ ഡോക്ടറെ, കുഴപ്പം വല്ലതും ഉണ്ടായോ? ആക്രമണത്തിൽ പറ്റിയതാണെന്ന് തോന്നുന്നു. ഇവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അനിതയ്ക്ക് നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇവിടെ വന്നത്. സ്വാഭാവികമായും അബോർട്ട് ചെയ്യേ ഞങ്ങൾക്ക് പിന്നെ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു പക്ഷേ അവളുടെ ജീവൻ തന്നെ അപകടത്തിലാവുമായിരുന്നു. അബോർട്ടഡായ വിവരം അനിതയെ ഞാൻ അറിയിച്ചിട്ടില്ല. ഇപ്പോൾ ഉടനെ അത് അറിയിക്കുകയും വേണ്ട. സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് വരുമ്പോ നിങ്ങളായിട്ട് തന്നെ അതങ്ങ് അറിയിച്ചാൽ മതി. ഏതായാലും ഇന്നൊരു ദിവസം ഒബ്സർവേഷനിൽ കിടക്കട്ടെ. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അനിതയെ നാളെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ഹസ്ബൻഡിനെ ഈ അവസ്ഥയിൽ അനിത തൽക്കാലം കാണാതിരിക്കുന്നതാ നല്ലത്. പിന്നെ കാണണമെന്ന് വല്ലാതെ വാശി പിടിച്ച തടയാനും നിൽക്കണ്ട. മെന്റൽ സ്ട്രെയിൻ അധികം ആ കുട്ടിക്ക് കൊടുക്കണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. മോളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. ബ്ലീഡിങ്ങോ പെയിനോ വല്ലതും ഉണ്ടെങ്കിൽ ആ വിവരം പറയണം. ശരി ഡോക്ടർ. ഇയാൾ ഇവിടെ കിടന്ന് ചുറ്റി കളിക്കുമ്പോഴേ എനിക്ക് ഇയാളുടെ അസുഖം മനസ്സിലായതാ. മോനെ ഫീൽഡ് ഓഫീസറെ, ദേ ബാഹുലേ മുതലാളി വില പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന തടിയാ ഇത്. അയാളുടെ മോളെ തരുന്ന വമ്പൻ സ്ത്രീധനവും വാങ്ങി കെട്ടിക്കോളാന്ന് താനും തന്റെ രുക്കവും കാത്തും ഒക്കെ വാക്കു കൊടുത്തതാ. ഇനിയ സുന്ദരി പെണ്ണിനെ കെട്ടാൻ ഇയാൾക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞാലേ ബാഹുലേ മുതലാളി വിശ്വരൂപം എടുക്കും. ഭാഗ്യക്കുറി പ്ലീസ്, ഞാൻ പറയുന്നത് താനൊന്നും മനസ്സിലാക്ക. എനിക്ക് ഇനിയും തന്നിൽ നിന്നൊന്നും മറച്ചു പിടിക്കാൻ വയ്യാത്തതുകൊണ്ടാ ഇപ്പോഴെങ്കിലും ഞാനിതെല്ലാം തുറന്നു പറയുന്നത്. എടോ, എത്രയൊക്കെ ശ്രമിച്ചാലും എനിക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെടാനോ ഭാര്യയായിട്ട് സ്വീകരിക്കാനോ കഴിയില്ല. എന്റെ മനസ്സിൽ മുഴുവൻ ഇയാളാ. എനിക്ക് ഇയാളല്ലാതെ മറ്റൊരാൾ ഇതുപോലെ സ്നേഹിക്കാൻ കഴിയില്ല ഭാഗ്യക്കുറി.
ശങ്കർ, നമുക്ക് ഈ ടോപ്പിക് ഇവിടെ നിർത്താം. താൻ തമാശ പറയാവൂന്ന് കരുതിയിട്ടാ തുടക്കത്തിൽ ഞാനും ഇതത്ര സീരിയസ് ആയിട്ട് എടുക്കാതിരുന്നത്. ഒന്നാമത് ഇത്തരമൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു മൂഡിലല്ല ഞാൻ. അമ്മാളുവിന്റെ കാര്യം ഓർത്ത് ആകെ ഡിസ്റ്റർബ്ഡാ. അതിന്റെ കൂടെ താനും കൂടി എന്റെ മൂഡ് കളയല്ലേ. ശങ്കറിന് എന്താ പറ്റിയത്? എന്തിനാ ഇപ്പൊ താൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ദേ, ഇയാളുടെ കാര്യത്തിൽ എല്ലാവരും എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതാ. ഇനി അതിൽ നിന്നും മനസ്സിനെ മാറ്റിമറിക്കരുത്. ഗൗരി, ഞാനൊരു കാര്യം ചോദിച്ചാ ശരിക്കും താൻ അതിന് ആത്മാർത്ഥമായിട്ടുള്ള മറുപടി തരുമോ? എന്താ, ഞാൻ ഇതുവരെ തന്നോട് പറഞ്ഞതൊന്നും ആത്മാർത്ഥമായിട്ടല്ലാന്ന് തോന്നിയോ? ഏയ്, അതില്ല. പിന്നെന്താ ഇങ്ങനൊരു ചോദ്യം? ശരി, ഫീൽഡ് ഓഫീസർക്ക് എന്താ അറിയേണ്ടത്? ചോദിച്ചോളൂ. ഇയാൾക്ക് എന്നെ ശരിക്കും ഇഷ്ടമല്ലേ? ആ ഇഷ്ടം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് ഒന്നുമില്ലാന്ന് താൻ എന്റെ മുമ്പിൽ അഭിനയിക്കുകയല്ലേ? എന്താ ഇയാളൊന്നും പറയാത്തത്? ഇതാണോ ഇത്ര വലിയ ആന ചോദ്യം? എന്റെ ഫീൽഡ് ഓഫീസറെ, ഇതിനുള്ള മറുപടിയൊക്കെ ഞാൻ ഇയാളോട് എന്നേ പറഞ്ഞതാ. എനിക്ക് ഇയാളെ ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടം. അതിന്റെ കാരണം ഇയാളുടെ ഈ ക്യാരക്ടറാ. ഉള്ളിൽ കരയുമ്പോഴും പുറമെ ചിരിക്കാൻ എന്നെ പഠിപ്പിച്ചത് ഇയാളാ. അതുപോലെ എന്ത് കാര്യവും വരുന്നിടത്ത് വെച്ച് ഫേസ് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചതും ഈ ഫീൽഡ് ഓഫീസർ തന്നെയാ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ബാഹുലേയന്റെ ഈ ഭാവി മരുമകനെ എനിക്കിഷ്ടമാണ്. എടോ, അതല്ല ഞാൻ ചോദിച്ചത്. സാറ് ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. ഇയാളെ പോലൊരു നല്ല മനസ്സുള്ള ഒരാളെ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച് ഇയാളുടെ ജീവിതം കൂടി നശിപ്പിക്കാനുള്ള ഇഷ്ടമൊന്നും എനിക്ക് ഇയാളോടില്ല മാഷേ. അത് ശരിയാവില്ല. ഇയാൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണാനാ ഈ ഭാഗ്യക്കുറിക്ക് ആഗ്രഹം. ഗൗരി, എടോ, വേണ്ട, ഇനി ഒന്നും പറയണ്ട. നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വിടാം. ആരാ വന്നേ നോക്കട്ടെ. ആരാ ഗൗരി? ആരാന്ന് ചോദിച്ചാ പറയാൻ പറ്റില്ലേ ഗൗരി? കണ്ണ് തെളിച്ച് അങ്ങോട്ട് നോക്കിയാട്ടെ രുക്മിണിയമ്മേ, ഈ നിൽക്കുന്നത് നിങ്ങളുടെ മോൻ തന്നെയല്ലേ? ഇനി വയസ്സുകാലത്ത് എനിക്ക് ആള് മാറിപ്പോയതാണെന്നൊരു സംശയം വേണ്ടല്ലോ. അതാ കയ്യോടെ നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ആ, ഇനി പറ, ഈ നിൽക്കുന്നത് നിങ്ങളുടെ മോനാണോ അതോ നിങ്ങൾ ആ പറഞ്ഞ മോന്റെ ഡ്യൂപ്പ് ഓട്ടോക്കാരനാണോ? ഇനി ഈ നിൽക്കുന്നത് നിങ്ങളുടെ മോനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇവന് വേണ്ടി വേറെ പെണ്ണ് അന്വേഷിച്ച് നാണം കരയേണ്ട കാര്യമില്ല. ദേ, ഈ നിൽക്കുന്നവരുടെ ഭർത്താവാണ് മോൻ. ഈ ബന്ധത്തിൽ അവർക്കൊരു കുഞ്ഞുണ്ട്. ഇനി നിങ്ങളുടെ മുന്നിൽ രക്ഷപ്പെടാൻ അവനിത് മാറ്റി പറയുകയാണേല് ദേ, രണ്ടുപേരുടെയും വിവാഹ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. കേട്ടതൊക്കെ നേരാണോടാ? ഈ വീട്ടിൽ നിനക്കെന്താ കാര്യം? ഇവള് നിന്റെ ആരാ? നിന്നോടാ ഞാൻ ചോദിച്ചത്. അമ്മേ, അമ്മ കരുതുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല.